നമസ്കാരം. ഹലോ, നമസ്കാരം. UK ഓക്കെ സിനിമയിലെ നായിക നമുക്കിപ്പോൾ ഉണ്ട്. നായികയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് നമ്മുടെ തിരുവനന്തപുരംകാരിയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളയമ്പലം, അതായത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു സാംസ്കാരിക തെരുവുണ്ട് തിരുവനന്തപുരത്ത്, മാനവീയം വീതി. അവിടെ കളിച്ച് വളർന്ന ഈ ചിരിയിലുണ്ടല്ലോ, അവിടെ മാനവീയം വീതി, ആ സാംസ്കാരിക തെരുവിൽ വൈകുന്നേരം സായാഹ്നം ചെലവഴിക്കാൻ എത്തുന്ന ഒരു കുട്ടി കൂടിയാണ്. എനിക്കറിയില്ല, പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം നായികയായിട്ടുള്ള സിനിമയാണ് UK ഓക്കെ. അപ്പോൾ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? ഞാൻ ഡാൻസർ ആണ് ബൈ പ്രൊഫഷൻ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റെഗുലർ ആയിട്ട് ഡാൻസ് വീഡിയോസ് ഇടാറുണ്ട്. അപ്പൊ എന്റെ ഒരു ഡാൻസ് വീഡിയോ കണ്ടിട്ട് അരുൺ വൈഗ, നമ്മുടെ ഡയറക്ടർ, മെസ്സേജ് ചെയ്തു ഓഡിഷൻ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. ആദ്യം ഒരു ക്യാരക്ടർ റോളിനായിരുന്നു എന്നെ ഓഡിഷൻ ചെയ്തത്. പിന്നീട് അതൊരു നായിക കഥാപാത്രത്തിലോട്ട് അപ്ഗ്രേഡ് ആയി. അങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിയത്. മലയാളികൾക്ക് ഒരു പൊതു നായിക അരുൺ വൈഗ സമ്മാനിച്ചിരിക്കുകയാണ്. സിനിമ കണ്ടവരുടെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ഒരു അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ഞങ്ങളെ കയ്യിലൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്നു. ഭയങ്കര ഫീൽ ചെയ്തു എന്നുള്ളത് നമുക്ക് അവരുടെ ആ ഒരു സ്നേഹത്തിൽ മനസ്സിലാവുന്നുണ്ട്. പലരെയും ഇമോഷണലി കണക്ട് ചെയ്ത് അവരുടെ ലൈഫിൽ തന്നെ നടന്ന പല ഇൻസിഡൻസുമായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അത്രയും നമുക്ക് ആൾക്കാരിലോട്ട് ഇറങ്ങിച്ചെന്ന് അത് നേരിൽ കാണാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് തിയേറ്റർ വിസിറ്റ്സ് നടത്തുന്നുണ്ട്. അപ്പം അവരുടെ ആ ഒരു സ്നേഹവും പ്രോത്സാഹനവും ഞങ്ങൾക്ക് വളരെ വാല്യുബിൾ ആണ്. ആദ്യ സിനിമ തന്നെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ്. ഉറപ്പായിട്ടും ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ ഉറക്കമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ ഓടി നടക്കുകയാണ് തിയേറ്റേഴ്സിലൊക്കെ. രാത്രി 1:30-2 മണിയൊക്കെ ആവുമല്ലോ നൈറ്റ് ഷോസ് ഒക്കെ തീരുമ്പോൾ ഞങ്ങൾ ചെല്ലുക. ഞങ്ങൾക്ക് അങ്ങനെ ഉറക്കമോ അങ്ങനെ ഒരു ക്ഷീണമോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും അവരുടെ ഒരു എനർജിയിലാണ് ഞങ്ങളും ഇങ്ങനെ ചാർജായിട്ട് നടക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെയായിരുന്നു പഠിച്ചത്? എൻ്റെ സ്കൂള് സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ. അവിടെയാണ് ഞാൻ 12ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ കോളേജ് ഞാൻ ചെന്നൈയിലായിരുന്നു, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. BSc ഫിസിക്സ് ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ചെന്നൈയിൽ നിന്ന് പിള്ളേരെ കൊണ്ടുവന്ന് സിനിമ കാണിക്കാൻ നിവൃത്തിയില്ല. പ്ലസ് ടു വരെ പഠിച്ച സ്കൂളിലെ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു ഈ സന്തോഷം? അതെ, ജൂനിയേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് അവരൊക്കെ വന്ന് കണ്ടിരുന്നു സിനിമ? അതെ, കുറച്ച് പേരൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, ചേച്ചി കണ്ടിരുന്നു, ഭയങ്കര പ്രൗഡാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കോളേജിലെ ഫ്രണ്ട്സ് ഒക്കെ വന്നു. അഭിമാന നിമിഷം. അതെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. നായികയാണ്, മലയാള സിനിമയിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മുൻനിര നായികയിലേക്ക് തന്നെ ആളെത്തട്ടെ. സിനിഫയിൽ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഈ ഗ്രൂപ്പിൽ ഇനിയും സിനിമ കാണാനുള്ളവർ കാണണം. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. കണ്ടവരുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഞങ്ങൾക്ക് ഒരുപാടുണ്ട് ഇപ്പോൾ. അപ്പൊ അതിനെല്ലാം നന്ദി. ഇനി കാണാനുള്ളവരോടും നന്ദി. താങ്ക് യു. കാണാനുള്ളവരോടും നന്ദി. അപ്പൊ ഉറപ്പായും പടം കാണുക, കണ്ട് നമ്മുടെ പുതിയ നായിക എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക.